ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമി സ്ഥാനം കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ് ആട്ടോ. എന്താ ഇതേപോലെ ആട്ടെ ഇതിൻ്റെ ഉള്ളിരിക്കുന്നത്, നല്ല റെഡ് കളറിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി വേവിച്ചത്, കുറച്ച് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഉപ്പിട്ട് വേവിച്ചത്, കുറച്ച് ഗ്രീൻ പീസ് അതും ഉപ്പിട്ട് വേവിച്ചത്, ഒരു ചെറിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, 6 വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, 4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ ഇതേപോലെ ചേർക്കുന്ന കേട്ടോ നല്ലത്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കണ്ട, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതിനാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അതിന് ഫ്ലേവർ ഭയങ്കര മുന്നേ നിൽക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്കിന്ന് ഇതേപോലെ ഇങ്ങനെ കളയാട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട്, നല്ലതായിട്ട് വേവിച്ചേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ എല്ലാത്തിൻ്റെയും ഇതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടെ വേവിക്കണം കേട്ടോ. നമ്മൾ തൊലി കളഞ്ഞ് വേവിക്കുന്നതും തൊലി കളയാതെ വേവിക്കുമ്പോഴും ടേസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തൊലി കളഞ്ഞ് തന്നെ വേവിക്കുക കേട്ടോ. അല്ല, കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊലി കളയാതെ തന്നെ വേവിക്കുക കേട്ടോ. നല്ല ചൂടുണ്ടേ. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയണം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ പൊടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ഉരുളക്കിഴങ്ങും ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കൈ കൊണ്ട് ആക്കിയതിന് ശേഷം പിന്നെ തവിയുടെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചാൽ മതി കേട്ടോ. അതാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചൂടാക്കിയ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള ഇത്രയും ചേർത്തിട്ട് ഇത് ഒന്ന് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രൗൺ ഒന്നും ആകണ്ട. നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ ഒന്ന് നല്ലൊരു സോഫ്റ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ്, ബീറ്റ്റൂട്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയൊക്കെ മൂത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉപ്പ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാട്ടെ. അപ്പോൾ നമ്മൾ പച്ചക്കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറയാനൊക്കെ ചാൻസ് കൂടുതലാട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെയൊക്കെ ഇതുപോലെ അവിടുത്തെ കട്ട്ലേറ്റ് ബീറ്റ്റൂട്ട് ചേർത്തിട്ടുള്ള കട്ട്ലേറ്റാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിലും ഗ്രീൻ പീസും ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും മാത്രമേ ഉണ്ടാകാറുള്ളൂ കേട്ടോ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു മുട്ട. അത് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസും വേണം കേട്ടോ. ഇത് ബ്രെഡ് ക്രംസ് ആയിട്ട് ഞാൻ മേടിച്ചതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കാം കേട്ടോ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ വലിപ്പത്തിൽ നമ്മൾ മാവ് അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് അങ്ങോട്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങ് ആക്കിയെടുക്കാം. ഒന്ന് റൗണ്ടായിട്ടോ ഓവലായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിതൊരു ചെറിയ ഒരു ഓവൽ ഷേപ്പ് ആണ് ആക്കുന്നത് കേട്ടോ. ഇതേപോലെ. ഇനി ഇതിനെ നമുക്ക് മുട്ടയിലേക്ക് ഇടാം. മുട്ടയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലൊക്കെ
ഈ മുട്ടയാകും. പിന്നെ നമ്മൾ ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്കൊക്കെ ചേർക്കാൻ പോവുകയാണ് കേട്ടോ, ഇടും. അപ്പോൾ കയ്യിലൊക്കെ നിറച്ചാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ ഇതിനെ കോരി എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. എന്നിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്നാക്കാം. എല്ലാ വശവും ഒന്ന് നന്നായിട്ടൊന്ന് കൊട്ടി ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ കേട്ടോ. ഇത് ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ചീഞ്ചട്ടിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാൻ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണ നന്നായിട്ട് കുടിക്കും. റസ്ക് പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കെ വറുത്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് തീ കുറയ്ക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റസ്കിൻ്റെ പൊടി കരിഞ്ഞു പോകും കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മൂപ്പിക്കാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് മൂക്കാനൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ഓൾറെഡി മസാലയൊക്കെ മൂത്തതാണല്ലോ. പിന്നെ ഇതിൻ്റെ പുറമേയുള്ള നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കോട്ടിങ് മാത്രം ഒന്ന് മൂത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ നിറാകുന്ന വരെ ഇങ്ങനെ എണ്ണയിൽ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇതേപോലെ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.